കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി കിഡ്സ് ഇംഗ്ലീഷ് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എല്ലാ ശനിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. കിഡ്സ് ഇംഗ്ലീഷ് ബാച്ച് അഡ്മിഷൻ തുടരുന്നു. പാറ്റ് ഇന്റർനാഷണൽ നിയർ ഹൈസ്കൂൾ പൂക്കോട്ടുംപാടം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് ഇഷ്ടകേന്ദ്രമായി ചോക്കാടുള്ള സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം മാറുന്നു. വധൂവരന്മാർക്കും ആൽബങ്ങൾക്കുമുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയായി ചോക്കാട് അങ്ങാടിയോട് ചേർന്ന ഈ വിത്തുൽപാദന കേന്ദ്രം മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ഷിഹാബ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏക്കറിലായി നെൽപ്പാടമാണ് ചോക്കാട് സീഡ് ഫാമിനുള്ളത്. കിഴക്ക് പശ്ചിമഘട്ട മലവാരവും പടിഞ്ഞാറ് ചോക്കാടൻ പുഴയും സീഡ് ഫാമിന് പ്രകൃതിയുടെ വരദാനമാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന മലയോര ഹൈവേയും കൂടി പണി പൂർത്തിയാകുന്നതോടെ സീഡ് ഫാം വീണ്ടും നയനമനോഹരമാകും. സീഡ് ഫാമിൽ നെൽകൃഷിയോടൊപ്പം ചെണ്ടുമല്ലിപ്പൂക്കളും സൂര്യകാന്തി പൂക്കളും കൂടി കൃഷിയിറക്കിയാൽ വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കാനാകും. മഡ് ഹൌസുകളും മറ്റ് ഇരിപ്പിടങ്ങളുമെല്ലാം ഒരുക്കിയാൽ സീഡ് ഫാമിനെ ജില്ലയിലെ തന്നെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കാനാകും. പ്രകൃതി ഒപ്പിയെടുക്കുന്ന മനോഹര ദൃശ്യാവിഷ്കാരത്തിനാണ് വണ്ടൂരിലെ ഷെഹർ അക്കാദമിയിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചോക്കാട് സീഡ് ഫാമിലെത്തിയത്. അനീസ് കൂരാട് രചനയും സംഗീതവും നിർവഹിച്ച മഴപ്പാട്ട് ഷൂട്ടിംഗിലെ ചില രംഗങ്ങളാണ് ഇവിടുന്ന് പകർത്തിയത്. നെൽപ്പാടവും പ്രകൃതിയും ഏവരെയും ആകർഷിക്കുന്നതാണെന്ന് അനീസ് കൂരാട് പറഞ്ഞു. ചോക്കാടിനോടടുത്തുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നമ്മൾക്ക് ഏറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വയലേലകളും അതുപോലെ തന്നെ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവുമുള്ള ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ വണ്ടൂർ ഷെഹർ അക്കാദമിയുടെ പുതിയ ആൽബമായ മഴപ്പാട്ട് ആൽബത്തിൻ്റെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. കുട്ടികളും രക്ഷിതാക്കളൊക്കെ വളരെ ആഹ്ലാദത്തിലാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് എവിടെയും ലഭിക്കാത്ത അത്രയും മനോഹാരിതയുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഈ മലയോര പ്രദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വയലേലകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മഴപ്പാട്ട് ഇറങ്ങുന്നത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.